കാലങ്ങൾക്കപ്പുറം കാരണങ്ങൾക്കപ്പുറം ഒരു മഹാകാവ്യം ജനിച്ചു. ഭാരത സംസ്കാരത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പിറവിയെടുത്ത് ലോകത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാഴികക്കല്ലായ ആ സാഹിത്യകൃതി മഹാഭാരതം. മാംസം കൊണ്ടുള്ള യുദ്ധം മനസ്സിന്റെ യുദ്ധമായി മാറിയ ആ മഹാകാവ്യത്തിന്റെ കഥാതന്തു അറിയണം എന്നാഗ്രഹിച്ചവർക്കായി തയ്യാറാക്കിയിരിക്കുന്ന മഹാഭാരതത്തിന്റെ സംക്ഷിപ്ത രൂപമാണിത്. കാലത്തിന്റെ അടയാളവും ആത്മാവിന്റെ പൊരുളുമായ ബൃഹത്തായ ഈ കൃതിയുടെ ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. അത് ദ്വാപര യുഗമായിരുന്നു. സത്യവതിയുടെയും പരാശരന്റെയും മകനായി ഒരു ദ്വീപിൽ ജനിച്ച കാർനിറമുള്ള കൃഷ്ണദ്വീപായ വ്യാസൻ എന്ന മഹാവ്യാസൻ ഭൂമിയിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാവ്യം രചിക്കുവാൻ തയ്യാറാകുന്നു. എന്നാൽ തൻ്റെ മനസ്സിന്റെ കോണിൽ നിന്ന് ഉയരുന്ന ശ്ലോകവർഷങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് എത്തിപ്പെടുവാൻ ആകുന്നില്ല. എഴുതാനാകാതെ തൻ്റെ ഉള്ളിൽ നിന്ന് കുമിഞ്ഞു പൊങ്ങുന്ന മഹാകാവ്യം എഴുതി സഹായിക്കാൻ അതിസമർത്ഥനായ ഒരു സഹായിയെ ലഭിക്കാൻ വ്യാസൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. തപശക്തിയിൽ സംപ്രീതനായ ബ്രഹ്മാവ് വ്യാസന് പ്രത്യക്ഷനാകുന്നു. എന്തു വരമാണ് നിനക്ക് വേണ്ടത്? ബ്രഹ്മാവ് വ്യാസനോട് ചോദിച്ചു. മനസ്സിലെ മഹാകാവ്യം കേട്ടെഴുതാൻ ഒരു സഹായിയെ വ്യാസൻ വരമായി ആവശ്യപ്പെട്ടു. മംഗളമൂർത്തിയായ ഗണപതി ഭഗവാനെയാണ് ബ്രഹ്മാവ് വ്യാസനായി നൽകിയത്. മഹാകാവ്യം കേട്ടെഴുതാൻ ഗണേശൻ സമ്മതമറിയിച്ചു. ഒരു വ്യവസ്ഥ മാത്രം. ഉരുവിടുമ്പോൾ അമാന്തിക്കുകയോ ആലോചിക്കാൻ സമയമെടുക്കുകയോ ചെയ്താൽ ഞാൻ എഴുത്തു നിർത്തും. കുസൃതി ചിരിയോടെ ഗണപതി പറഞ്ഞു. സമ്മതം. വ്യാസൻ മറുപടി നൽകി. പക്ഷേ എനിക്കുമുണ്ട് ഒരു വ്യവസ്ഥ. കേട്ട് പൂർണ്ണമായി അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും അങ്ങ് എഴുതരുത്. ഗണപതിക്കും സമ്മതം. അങ്ങനെ ഭൂമിയായ ഭൂമിയിലെങ്ങും വെച്ച് ഏറ്റവും മഹത്തരമായ കാവ്യം വ്യാസൻ ചൊല്ലിത്തുടങ്ങി. കേട്ടെഴുതി സാക്ഷാൽ ഗണേശ ഭഗവാനും. യുഗങ്ങൾക്കിപ്പുറം മനുഷ്യ മനസ്സുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്ന മഹാഭാരതം എന്ന മഹാകാവ്യം അവിടെ അങ്ങനെ ആരംഭിക്കുകയായി. യുഗങ്ങൾക്ക് മുന്നേ കുരു രാജവംശത്തിലെ രാജാവായിരുന്നു ശന്തനു. കുരുവംശത്തിന്റെ തലസ്ഥാനമായ ഹസ്തിനപുരത്ത് വാണരുളിയ ചന്ദ്രവംശിയായ ശന്തനു മഹാരാജാവ് ഒരു നാൾ തന്റെ രാജധാനിയിലൂടെ പ്രഭാത സവാരിയിലായിരുന്നു ശന്തനു. ഉരുകിയ മഞ്ഞുകൊണ്ട് പോഷിതയായി ഹസ്തിനപുരത്തുകൂടി ഒഴുകുന്ന നദീതീരത്ത് പ്രഭാത സൂര്യന്റെ സൗമ്യ സ്പർശമേറ്റ് അദ്ദേഹം നിന്നു. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന നദിയിൽ നിന്നും കുളിച്ച് കയറി വരുന്ന യുവതിയെ ശന്തനു കാണുന്നത് അപ്പോഴാണ്. തിളങ്ങുന്ന നദി പോലെ പ്രശോഭിതമായ അവളുടെ മുഖവും തിരമാല പോലെ ഒഴുകുന്ന മുടിയും നീലക്കല്ല് പതിച്ചതുപോലെയുള്ള കണ്ണും ശന്തനുവിന്റെ മനസ്സിനെ കീഴടക്കി. അഭൗമികമായ അവളുടെ സൗന്ദര്യത്തിന് മഹാരാജാവിന്റെ ഹൃദയം സ്വയം കീഴടങ്ങി. പ്രണയജ്വാലയിൽ കത്തിയെരിഞ്ഞ ശന്തനു അവളില്ലാത്ത ജീവിതം സ്വപ്നം കാണുവാൻ പോലും ആകാത്ത വിധം ആ സുന്ദരിയിൽ അനുരക്തനായി. അവളുടെ അരികിലെത്തി ശന്തനു പറഞ്ഞു, ഹസ്തിനപുരത്തെ മഹാരാജാവായ ശന്തനുവാണ് ഞാൻ. നിന്നെപ്പോലെ സൗന്ദര്യം ഞാൻ ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ അഴകിൽ എന്റെ ഹൃദയം അടിമയായി കഴിഞ്ഞു. വരൂ, ഹസ്തിനപുരത്തിന്റെ റാണിയായി എന്റെ പത്നിയായി എന്നോടൊപ്പം ജീവിക്കൂ. കുരുവംശത്തിന്റെ അവകാശിയായ ശന്തനു നിന്നോട് യാചിക്കുന്നു, എന്നെ വിട്ടുപോകരുതേ.
അവളുടെ മുഖത്തു വിരിഞ്ഞ മന്ദസ്മിതം അവളെ കൂടുതൽ സുന്ദരിയാക്കി. ഞാൻ വരാം, അങ്ങയുടെ റാണിയാകാം. പക്ഷേ എനിക്ക് ചില ഉപാധികളുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു എന്നോ എങ്ങോട്ട് പോകുന്നു എന്നോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിന് ചെയ്യുന്നുവെന്നോ എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ ആ നിമിഷം ഞാൻ അങ്ങയെ വിട്ടുപോകും. സമ്മതം. ശന്തനു മറുപടി പറഞ്ഞു. ശന്തനുവിനൊപ്പം കൊട്ടാരത്തിലേക്ക് അവൾ യാത്ര തിരിച്ചു. ഹസ്തിനപുരത്ത് വലിയ ആഘോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട്. അതിസുന്ദരിയായ യുവറാണിയുടെയും മഹാരാജാവിന്റെയും വിവാഹം ആഘോഷമായി കൊണ്ടാടപ്പെട്ടു. അധികം വൈകാതെ തന്നെ റാണി തേജസുറ്റ ഒരു മകന് ജന്മം നൽകി. ഓമനയായ തന്റെ മകനെ കാണാൻ അത്യുത്സാഹത്തോടെ ശന്തനു രാജസഭയിൽ നിന്ന് റാണിയുടെ അന്തഃപുരത്തിലേക്ക് ഓടിയെത്തി. തന്റെ ആദ്യജാതനെ കയ്യിലെടുത്ത് താലോലിക്കാൻ കൊതിച്ചു വന്ന ശന്തനുവിനെ ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് കാത്തിരുന്നത്. മഹാറാണി തന്റെ മകനെ വെള്ളത്തുണിയിൽ ചുറ്റി ആരോടും മിണ്ടാതെ ആ കുഞ്ഞിനെ എടുത്ത് നദീതീരം ലക്ഷ്യമാക്കി നടന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ശപഥം ശന്തനുവിനെ അനുവദിച്ചില്ല. നദീതീരത്തെത്തിയ റാണി ആ കുഞ്ഞിനെ നദിയിൽ ഉപേക്ഷിച്ച് തിരികെ അന്തഃപുരത്തിലേക്ക് നടന്നു. എന്താണ് ഞാൻ ഈ കണ്ടത്? ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാനാകും? ശന്തനുവിന്റെ മനസ്സ് വിങ്ങി. എന്നാൽ തന്റെ മഹാറാണിയെ നഷ്ടമാകാൻ ആഗ്രഹിക്കാത്ത രാജാവ് ഒന്നും ചോദിച്ചില്ല. അല്പനാളുകൾക്ക് ശേഷം റാണി വീണ്ടും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മകനെ കാണാനെത്തിയ ശന്തനുവിന്റെ ഹൃദയം ഭേദിച്ചുകൊണ്ട് റാണി ആ കുഞ്ഞിനെയും നദിയിൽ ഒഴുക്കിക്കളഞ്ഞു. വേദന കടിച്ചമർത്തി ശന്തനു ഇത്തവണയും ഒന്നും ചോദിച്ചില്ല. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി പിന്നെയും 5 സുന്ദരന്മാരായ ആൺകുഞ്ഞുങ്ങൾക്ക് റാണി ഗർഭം നൽകുകയും 5 പേരെയും നദിയിൽ ഒഴുക്കുകയും ചെയ്തു. അങ്ങനെ 8ാമതും റാണി ഒരു പുത്രന് ജന്മം നൽകി. ഇതുവരെ ജനിച്ചതിൽ ഏറ്റവും സുന്ദരനായ ശിശു. ഇവനെ കൂടി നഷ്ടമാകുക അസാധ്യമാണെന്നുറപ്പിച്ച് ശന്തനു അന്തഃപുരത്തിലെത്തി. പതിവ് പോലെ മകനെ എടുത്തുകൊണ്ടു പോകുന്ന റാണിയോട് ശന്തനു പറഞ്ഞു, നിൽക്കൂ, എവിടേക്കാണ് പോകുന്നത്? ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ മക്കളെ എല്ലാം നീ കൊന്നതെന്തിനാണ്? എന്റെ 8ാമത്തെ മകനെ മരണത്തിന് ഞാൻ വിട്ടു നൽകില്ല. ഇത്രയും കേട്ട റാണി പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ ശപഥം ലംഘിച്ചിരിക്കുന്നു. ഇനി എനിക്ക് അങ്ങയുടെ കൂടെ വസിക്കാനാകില്ല. പോകും മുൻപ് ഞാൻ ചെയ്തതിൻ്റെ എല്ലാം അർത്ഥം എന്തെന്ന് ഞാൻ പറയാം. ഞാൻ ഗംഗയാണ്, ഹിമവത്സുതയായ ഗംഗാദേവി. നമുക്കുണ്ടായ മക്കളെല്ലാം ആകാശമണ്ഡലത്തിലെ വസുദേവന്മാരാണ്. വശിഷ്ഠ മഹർഷിയുടെ ശാപമേറ്റ് ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാൻ വിധിക്കപ്പെട്ടവർ. ശന്തനു സ്തബ്ധനായി. അതെ, വശിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ മോഷ്ടിച്ചതിനാണ് 8 വസുകളെയും മഹർഷി ശപിച്ചത്. ശാപത്തിൽ ഭീതിതരായ വസുക്കൾ ക്ഷമാപണം നടത്തി. മനുഷ്യരായി ജനിക്കുമെങ്കിലും അവരുടെ ജീവകാലം ചെറുതായിരിക്കും. അതിനാൽ മനുഷ്യ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിക്കാതെ മരിക്കാമെന്ന് ശാപത്തിൽ ഇളവ് നൽകി. 8ാമനായ പ്രഭാസൻ ഒഴികെ മനുഷ്യ ആയുസ്സിന്റെ കാഠിന്യം അറിഞ്ഞു മാത്രമേ പ്രഭാസന് സ്വർഗപ്രാപ്തി പുനർസംജാതമാകൂ എന്ന് വശിഷ്ഠൻ കൽപ്പിച്ചു. ആ 8ാം വസുവാണ് ഈ അങ്ങയുടെ പുത്രൻ. മനുഷ്യരൂപമെടുക്കുന്ന വസുക്കൾക്ക് അമ്മയാകാൻ തിരഞ്ഞെടുത്തത് ഗംഗയായ എന്നെയാണ്. 7 പേർക്കും ശാപമോക്ഷം ഉടനടി നൽകാൻ എനിക്കായി. എന്നാൽ ഈ 8ാമൻ ഭൂമിയിൽ സഹനങ്ങൾ സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവൻ.
ശന്തനുവിന് നിശബ്ദനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഞാൻ പോവുകയാണ്. ഈ നമ്മുടെ മകനെയും ഞാൻ ഒപ്പം കൂട്ടുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവനെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് തിരികെ അയക്കാം. ഇപ്പോൾ എന്നോടൊപ്പം ഇവനെ അയക്കുക. ശന്തനു കൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്റെ മകന്റെ തിരിച്ചുവരവിനായി അദ്ദേഹം കാത്തിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം നദീതീരത്ത് നടക്കുകയായിരുന്ന ശന്തനു അതീവ സുന്ദരനും ദൃഢഗാത്രനുമായ ഒരു കൗമാരക്കാരനെ കാണുന്നു. നദിയിൽ തടകെട്ടി വെള്ളം തിരിച്ചുവിടുന്ന ജോലി അവൻ ഒറ്റയ്ക്ക് ചെയ്യുകയായിരുന്നു. സമർത്ഥനും ആരോഗ്യവാനും സുന്ദരനുമായ ഈ യുവാവ് ആരാകും എന്ന് ചിന്തിച്ചു നിന്ന ശാന്തനുവിന്റെ അരികിൽ അതാ ഗംഗാദേവി. പ്രഭു, ഇതാ അങ്ങയുടെ മകൻ. ഞാൻ ശപഥം ചെയ്തതുപോലെ അവനെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. പരശുരാമനിൽ നിന്ന് ആയോധന കലകളും യുദ്ധതന്ത്രവും, വശിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദങ്ങളും സകല വിദ്യകളും സ്വായത്തമാക്കി 8 ദിക്കും കീർത്തിമാനായ അങ്ങയുടെ മകൻ ദേവവ്രതൻ, കുരുവംശത്തിന്റെ അവകാശിയും അഭിമാനവുമായി ഇതാ അങ്ങയുടെ മകൻ. ശാന്തനുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മഹാരാജാവിന്റെ ഏക സന്താനം തിരികെ വന്നപ്പോൾ ഹസ്തിനപുരം ആഘോഷ തിമിർപ്പിലായി. അവന്റെ സൗന്ദര്യത്തിൽ അവർ അതിശയിച്ചു. വേദതന്ത്രങ്ങളിലുള്ള അവന്റെ പാണ്ഡിത്യം അവരെ ആശ്ചര്യചകിതരാക്കി. യുദ്ധതന്ത്രങ്ങളിലും പോരാട്ടത്തിലുമുള്ള അവന്റെ കഴിവ് അവനെപ്പറ്റി വലിയ ബഹുമാനം അവരിലുണ്ടാക്കി. പക്വവും ശാന്തവും സ്നേഹപൂർണവുമായ അവന്റെ പെരുമാറ്റം കൊണ്ട് അവരുടെ എല്ലാം അളവറ്റ സ്നേഹത്തിനും അവൻ പാത്രമായി. ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും അകമ്പടിയോടെ അങ്ങനെ ഗംഗാപുത്രനായ ദേവവ്രതൻ കുരുവംശത്തിന്റെ അനന്തരാവകാശിയായി യുവരാജാവായി അഭിഷിക്തനായി. കുരുദേശത്ത് സമാധാനം വിളയാടി. യുവരാജാവ് ദേവവ്രതൻ എല്ലാവർക്കും പ്രിയങ്കരനും അജയ്യനായ പോരാളിയും അതുല്യനായ ജ്ഞാനിയുമായി വളർന്നു. എന്നാൽ ശാന്തനു ദുഃഖിതനായിരുന്നു. തന്റെ പ്രണയിനിയെ എന്നേക്കുമായി നഷ്ടമായ അദ്ദേഹം ഏകാകിയും നിരാശനുമായി. ഗംഗയെ ആദ്യം കണ്ട നദീതീരത്ത് വിരഹത്തോടെ ശാന്തനു വീണ്ടും വന്നിരുന്നു. പെട്ടെന്ന് അഭൗമികമായ ഒരു സുഗന്ധം അവിടെ എങ്ങും നിറയുവാൻ തുടങ്ങി. നദിയിലൂടെ നീങ്ങുന്ന ഒരു വള്ളത്തിൽ അപ്പോഴാണ് അവളെ ശാന്തനു ശ്രദ്ധിച്ചത്. അതിസുന്ദരിയായ ഒരു മുക്കുവ സ്ത്രീ. അവളിൽ നിന്നാണ് ഈ അഭൗമിക സുഗന്ധം ഉയരുന്നത് എന്ന് ശാന്തനു തിരിച്ചറിഞ്ഞു. ആംഗ്യത്തിലൂടെ അവളെ വിളിച്ച് അവളോട് പേര് ചോദിച്ചു. സത്യവതി. മുക്കുവന്മാരുടെ രാജാവ് ദാശാരാജന്റെ മകൾ സത്യവതി. സത്യവതിയുടെ ശോഭയിൽ മതിമറന്ന ശാന്തനു അനുരാഗാന്ധനായി. ഗംഗയെ പിരിഞ്ഞ വിരഹദുഃഖത്തിലാണ്ട അദ്ദേഹത്തിന് അവളിൽ അഗാധമായ പ്രണയം തോന്നി. ഹസ്തിനപുരത്തെ റാണിയായി, എന്റെ പത്നിയായി എന്റെ കൂടെ വരാമോ? അദ്ദേഹം ചോദിച്ചു. എന്റെ അച്ഛന് സമ്മതമെങ്കിൽ പ്രഭോ, എനിക്കും സമ്മതം, അവൾ മറുപടി നൽകി. അങ്ങനെ മുക്കുവ രാജാവിനെ കാണാൻ ശാന്തനു എത്തി. തന്റെ മകളെ വിവാഹം ചെയ്ത് നൽകാൻ സമ്മതമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സമ്മതമാണ് രാജൻ, മുക്കുവ രാജാവ് മറുപടി പറഞ്ഞു. പക്ഷേ അങ്ങയുടെ ശ്രേഷ്ഠനായ മകൻ യുവരാജാവായി കഴിഞ്ഞല്ലോ. എന്റെ മകൾ അങ്ങയെ വിവാഹം ചെയ്താൽ അവളുടെ മക്കൾ രാജസ്ഥാനത്തിന് അർഹതയില്ലാത്തവർ ആകുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എന്റെ മകളെ എനിക്ക് വിട്ടു നൽകാനാകില്ല. അതിദുഃഖിതനായ ശാന്തനു തിരികെ എത്തി. പതിവിലും വിഷണ്ണനായി കാണപ്പെട്ടു. പിതാവിന്റെ ദുഃഖത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ പരിചരന്മാരോട് ചോദിച്ചറിഞ്ഞ ദേവവ്രതൻ മുക്കുവ രാജാവിന്റെ പക്കലെത്തി. എന്റെ പിതാവിന്റെ പത്നിയാകാൻ അങ്ങയുടെ മകൾക്ക് സാധിക്കാത്തത് എന്റെ രാജസ്ഥാനമാണെങ്കിൽ ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു. കുരുവംശത്തിന്റെ സിംഹാസനത്തിന്മേലുള്ള എന്റെ അവകാശം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു.
സത്യവതിയെ എന്റെ പിതാവിന് പത്നിയായി നൽകണം. അത് കേട്ട മുക്കുവരാജൻ പറഞ്ഞു, അങ്ങ് രാജസ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ മക്കളോ? അവർ ഭാവിയിൽ എന്റെ പേരക്കുട്ടികളിൽ നിന്ന് രാജസ്ഥാനം തിരികെ ആവശ്യപ്പെടില്ല എന്ന് എന്തുറപ്പ്? കുരുവംശത്തിൽ അങ്ങനെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകാൻ എന്റെ മകളെ ഞാൻ അയക്കില്ല. അല്പനേരം ആലോചിച്ച് ദേവവ്രതൻ പറഞ്ഞു, അല്ലയോ രാജൻ, സകല ദേവന്മാരെയും സാക്ഷിയാക്കി ഗംഗാപുത്രനായ ഞാൻ ദൃഢശപഥം ചെയ്യുന്നു, ഈ ആയുസ് മുഴുവൻ ഞാൻ ബ്രഹ്മചാരിയായിരിക്കും. ഭാര്യയെ സ്വീകരിക്കുകയോ മക്കൾക്ക് ജന്മം നൽകുകയോ ചെയ്യുകയില്ല. ചന്ദ്രവംശിയായ കുരുപുത്രൻ ദേവവ്രതന്റെ ശപഥമാണിത്. സത്യം, ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും പിതാവിനോടുള്ള സ്നേഹത്തിന്റെയും ഭീഷ്മഭാവം നിറഞ്ഞു നിന്ന ആ മഹാശപഥത്തിൽ ദേവന്മാർ പോലും ആകൃഷ്ടരായി ദേവവ്രതന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ഭീഷ്മ ഭീഷ്മ എന്ന് ദേവലോകത്തുള്ളവർ ഇതിനെ സ്തുതിച്ചു പാടി. അന്നു മുതൽ ഗംഗാപുത്രനായ ദേവവ്രതൻ ഭീഷ്മർ എന്നറിയപ്പെട്ടു. സത്യവതിയുമായി ഹസ്തിനപുരത്തെത്തിയ മകനെ കണ്ട് ശാന്തനു ഏറ്റവും സന്തോഷിച്ചു. വിരഹദുഃഖം മറന്ന് ശാന്തനു വീണ്ടും ഉത്സാഹവാനായി. ബഹുക്ഷേമമായി അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹം നടന്നു. സത്യവതി ഹസ്തിനപുരത്തിന്റെ മഹാറാണിയായി. ഇതെല്ലാം കഴിഞ്ഞാണ് ഭീഷ്മർ എടുത്ത കഠിന ശപഥത്തെപ്പറ്റി ശാന്തനു അറിയുന്നത്. വിലപിച്ച് കണ്ണീർ ചിന്തി തന്റെ വാത്സല്യപുത്രനെ പുണർന്നുകൊണ്ട് അദ്ദേഹം വിതുമ്പി, മകനെ, എന്റെ പ്രിയനെ, എനിക്കു വേണ്ടി ഇത്രയും വലിയ ത്യാഗം നീ ചെയ്തുവല്ലോ. ഇതാ ഞാൻ നിനക്ക് സ്വച്ഛന്ത മൃത്യു എന്ന വരം നൽകുന്നു. ഈ ആയുസ് അവസാനിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ദിവസം മാത്രമേ നീ മരിക്കുകയുള്ളൂ. ഭീഷ്മരെ അജയ്യനാക്കുന്ന വരമായിരുന്നു അത്. ഭൂമുഖത്ത് ആർക്കുമിനി അദ്ദേഹത്തെ തോൽപ്പിക്കാനാകില്ല. മരണത്തിനു പോലും അദ്ദേഹം അനുവാദം നൽകും വരെ.